ഹലോ എവ്രി വൺ. ഇന്നത്തെ റെസിപ്പിയിൽ നമുക്ക് എങ്ങനെ മിൽക്ക് കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കാമെന്ന് നോക്കാം. മിൽക്ക് കേക്ക് നമ്മൾ മിൽക്കിൻ്റെ മിക്സിൽ സോക്ക് ചെയ്ത് കഴിക്കുമെങ്കിലും അതിൻ്റെ സ്പഞ്ച് നല്ല സോഫ്റ്റ് ആവണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ പറയുന്നതൊരു ഹോട്ട് മിൽക്ക് സ്പഞ്ച് കേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഫസ്റ്റ് അതെടുത്ത് വെക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് പാലും പിന്നെ ബട്ടറും അതിന് ആവശ്യമുള്ളത് എടുത്തിട്ട് നല്ലപോലെ ചൂടാക്കുക. അപ്പോൾ ഈ ഒരു കേക്കിന് നമുക്ക് പാലും ബട്ടറും ഒന്നും റൂം ടെമ്പറേച്ചറിൽ വേണമെന്നില്ല. അത് നമ്മൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യാം, കാരണം നമ്മളത് എന്തായാലും തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കാരണം ഇതൊന്ന് ചൂടായി മെൽറ്റായി നല്ലപോലെ സെറ്റായി കിട്ടുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പം ജസ്റ്റ് ഒരു സ്പാച്ചുലയും കൊണ്ട് ആ ബട്ടറും പാലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ല, തന്നെ മെൽറ്റായി മിക്സ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പണിയിലോട്ട് പോവാം. ഇനി ചെയ്യേണ്ടത് ഒരു കേക്ക് മിക്സ് ചെയ്യുന്ന ഒരു പാത്രത്തിലോട്ട് എടുത്തു വെച്ചേക്കുന്ന 2 എഗ്ഗും ഉടച്ചൊഴിക്കുക. എന്നിട്ട് പഞ്ചസാരയും കൂടി ഇതിലോട്ട് ചേർക്കുക. അപ്പോൾ പഞ്ചസാര പൗഡർ ചെയ്യണമെന്നൊന്നുമില്ല, നോർമൽ ചെറിയ ക്രിസ്റ്റൽസ് ആയിട്ടുള്ള പഞ്ചസാര ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. കാരണം മുട്ട ഒരുപാട് നേരം ബീറ്റ് ചെയ്ത് നല്ലപോലെ പതപ്പിച്ചെടുക്കണം. അപ്പോൾ കുറേ നേരം ബീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്കും പഞ്ചസാര അലിഞ്ഞ് ചേർന്നോളും. ഇനി അഥവാ നിങ്ങൾ പഞ്ചസാര പൊടിച്ചതാണ് യൂസ് ചെയ്യണമെങ്കിൽ മുട്ടയൊന്ന് അത്യാവശ്യം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പഞ്ചസാര ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ക്രിസ്റ്റൽ പഞ്ചസാര തന്നെയാണ്, പൊടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനിനി പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യുള്ളൂ. കാരണം ഈ പഞ്ചസാര ഇച്ചിരി മെൽറ്റ് ചെയ്യാൻ നല്ലപോലെ ടൈം എടുക്കും. അപ്പോൾ ഏറ്റവും ബെറ്റർ മുട്ട ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പൊടിച്ച പഞ്ചസാര തീരാറാകുമ്പോൾ പൊടിച്ച പഞ്ചസാരയും കൂടിയിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യണതായിരിക്കും. അത്യാവശ്യം നന്നായി എഗ്ഗ് ബീറ്റായി വരുമ്പോൾ ഇനി അടുത്തത് ആഡ് ചെയ്യേണ്ടത് വെനീല എസൻസ് ആണ്. വെനീല എസൻസ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യുക. വെനീല എസൻസും നല്ലപോലെ മിക്സായി വരുമ്പോഴേക്കും നമ്മൾ മൈദ അരിച്ച് വെച്ചിട്ടുണ്ടാവണം. മൈദ അരിക്കുന്ന ടൈമിൽ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ അതിനകത്ത് ഇടുക. ഒരു 3 times ഒക്കെ ഇതേപോലെ അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. എന്നാലും ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഒരു 2 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുക. എന്നിട്ട് ഈ മൈദയുടെ മിക്സും കൂടെ നമ്മുടെ എഗ്ഗും പഞ്ചസാരയും കൂടെ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മിക്സിലേക്ക് ഇടുക. ഇപ്പം ഞാൻ ഇടുന്ന വീഡിയോ എടുത്തിട്ടില്ല, അത് മൈദ ഇടുന്ന ടൈമിൽ വീഡിയോ ഓൺ ചെയ്യാനായിട്ട് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ അത് ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് സ്പാച്ചുല വെച്ച് ഫോൾഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി മൈദ അത്യാവശ്യം ഫോൾഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഹോട്ട് മിൽക്ക് മിക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ജസ്റ്റ് എല്ലായിടത്തേക്കും ആവാൻ വേണ്ടിയിട്ട് സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ജസ്റ്റ് എല്ലാ സ്ഥലത്തും ആവണം, അത്രയേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഗ്ഗ് നല്ലപോലെ പതപ്പിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്യണം. ഇത്രയും കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിലും പിന്നെ കുറേ എക്സ്പീരിയൻസ്ഡ് ആളാണെങ്കിലും എളുപ്പമായിട്ട് ഈ കേക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി അത്ര തിക്ക് കൺസിസ്റ്റൻസി അല്ല, അത്യാവശ്യം ഫ്ലോയി കൺസിസ്റ്റൻസിയാണ്. എന്നിട്ട് നമ്മളൊരു പ്രിപ്പയർഡ് കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിക്കാം. ഇപ്പോൾ അലൂമിനിയം ടിന്നാണ് ഞാൻ യൂസ് ചെയ്യണേ, അതുകൊണ്ട് ഞാനത് ഫ്ലോർ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഞാനൊരു ബട്ടർ പേപ്പറും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് കേക്കിൻ്റെ ഇതിപ്പോൾ ഞാൻ ആക്ച്വലി 6 inch കേക്ക് ടിന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ 2 6 inch കേക്ക് ടിന്നിൽ വെച്ചിട്ടാണ് ഇത് കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ പകുതി വെച്ചിട്ട് 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുത്തേക്കുന്ന കേക്കാണിത്. അപ്പോൾ കേക്ക് ടിന്നിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ കൗണ്ടർ ടോപ്പിൽ അതൊന്ന് തട്ടി കൊടുക്കുക. കാരണം അത് ടാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ എയർ ബബിൾസ് എസ്കേപ്പ് ചെയ്യും. എല്ലാ കേക്ക് വീഡിയോസിലും ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് റൈസ് ചെയ്തോളും, നല്ല സോഫ്റ്റും ആവും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് കേക്കിൻ്റെ ടിൻ വെക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറക്കാതിരിക്കുക. ഒരു 20 minutes കഴിയാതെ എന്തായാലും കേക്ക് ഓവൻ തുറന്ന് നോക്കരുത്. ഇനി ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് റിലീസ് ചെയ്യാം. ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കൂൾ ചെയ്യാൻ വെയിറ്റ് ചെയ്യണ്ട. ഒരു സ്പാച്ചുല യൂസ് ചെയ്ത് ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സൈഡ് റിലീസാവും. അത് കഴിഞ്ഞിട്ട് ഒരു ഫോയിൽ പേപ്പറിലേക്കോ പ്ലേറ്റിലേക്കോ കേക്ക് ജസ്റ്റ് ഒന്ന് അപ്സൈഡ് ഡൗൺ ആയിട്ട് കമത്തിയെടുക്കുക. അപ്പോൾ കേക്ക് കിട്ടും. ഞാനെപ്പോഴും കേക്ക് ഒന്ന് ഫോയിൽ പേപ്പറിൽ കവർ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ടാണ് ഫ്രോസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഈ കേക്ക് ഇത് മിൽക്ക് കേക്ക് ആയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷേ ഇതൊരു ഒക്കേഷൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാനതൊരു ബർത്ത്ഡേ കേക്കിൻ്റെ രീതിയിലാണ് അത് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രോസ്റ്റിങ്ങും അതിൻ്റെ സോക്കിങ്ങും ഒക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം.
അപ്പോൾ ഈ കേക്കിനൊരു വൈറ്റിഷ് ലുക്കാണ്, കാരണം അതിൻ്റെ ഇൻഗ്രീഡിയൻസും നമ്മൾ മിൽക്കും ബട്ടറും ഒക്കെ മിക്സ് ചെയ്തിട്ടെടുത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ എന്തായാലും കാണുക. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിവ്യൂസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ.